നമ്മൾ പിരിച്ചെടുത്ത ചന്തപ്പണം അവൻ പിടിച്ചു പറിച്ച് കച്ചവടക്കാർക്ക് തിരിച്ചു കൊടുത്ത്. അവന്റെ തന്തയുടെ വകയാണോ ചന്തപ്പണം? കുളത്തിൽ ജംബുലിംഗത്തിന്റെ മച്ചമ്പിയും തലപൊക്കിയിരിക്കുകയാണ്. നിനക്കൊക്കെ നാണമില്ലടാ ഇത് പറയാൻ. അവന്റെയൊക്കെ തല കൊയ്തണ്ട് വന്നിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ ചുടക്കുട്ടികളെന്ന് വിളിച്ചേനെ. അങ്ങനെ അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. എടാ വേലു, അടിയൻ ജംബുലിംഗത്തിന് ഈ നാട്ടിൽ കഴിയണമെങ്കിൽ ഇന്ന് വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് പണം ഇവിടെ കൊണ്ടുതന്ന് നമ്മുടെ കാല് പിടിച്ച് മാപ്പ് വയ്ക്കാൻ പറയണം. മാടമ്പിയാര പൊന്നു തമ്പുരാനാണോ? കൽപ്പനയിടുമ്പോ ഞാൻ അങ്ങോട്ട് ഓടി വരാൻ. അങ്ങനെ തള്ളി പറയരുത്. അദ്ദേഹം പറയുന്നതിനപ്പുറത്ത് ഈ നാട്ടിൽ ജീവിക്കാമെന്ന് വിചാരിക്കണ്ട. ജീവിക്കാൻ വേണ്ടി അല്ലടോ ഞങ്ങളൊക്കെ ഇവിടെ കഴിയുന്നത്. ജീവിക്കാൻ ഒക്കുമോ എന്ന് നോക്കാനാ. ഈ വാശിയൊക്കെ മറന്നിട്ട് അതുവരെ വരുന്നതാ നല്ലത്. വന്നിട്ട് മേലാൽ ഒരു തെറ്റും ചെയ്യില്ലെന്ന് മാടമ്പി അദ്ദേഹത്തിന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാൽ മതി. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അയാൾ ആണാണെങ്കിൽ കരപ്രമാണിമാരുടെ യോഗം വിളിച്ചു കൂട്ടാൻ പറ. സർവാക്ഷ്യം വരുമല്ലോ. എനിക്ക് പറയാനുള്ള ഞാൻ അവിടെ പറഞ്ഞോളാം. അണ്ണ സർവാധി മാടമ്പിയുടെ ആളാണ്. പേടിക്കാതെ വള്ളി, അവിടെ ന്യായം ചോദിക്കാൻ കരപ്രമാണിമാരും ഉണ്ടാവും. ആ തെമ്മാടിയെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കാൻ പഞ്ചായത്ത് വിധി ഉണ്ടാവണം. എത്ര പണം വേണമെങ്കിലും ഞാൻ ചിലവാക്കാം. ചന്തപ്പിരിവിനെ കുറിച്ചുള്ള സർക്കാർ ചട്ടങ്ങളാണ് ഈ വരിയോലയിൽ എഴുതിയിട്ടുള്ളത്. ഇതിലെ 9-ാം ഖണ്ഡിക പ്രകാരം തലച്ചുമട്ടുകാരിൽ നിന്ന് കരം ഈടാക്കുവാനേ പാടില്ല. ഈ വരിയോലയിലെ ചട്ടങ്ങളൊന്നും ഗ്രാമത്തിലെ കഴുതകൾക്ക് അറിയില്ല. ഇത് ഞാൻ വളരെ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്നതാ. എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യാം. എവിടെയാ അവിടുത്തെ സ്വദേശം? എലിക്കുഴി. കണ്ടപ്പോഴേ തോന്നി. ഒരു സമ്മാനമാണ്. സന്തോഷം. 6 മാസത്തേക്കെങ്കിലും അവനെ ആരുവാ മുടി കടത്തണം. ധർമ്മിഷ്ഠനും സ്ഥാനമാനിയുമായ കോയിക്കൽ എരവിപ്പിള്ള മാർത്താണ്ഡപിള്ളയ്ക്ക് കുത്തക ഉടമ്പടി പ്രകാരം സർവാധികാരമുള്ള വടശ്ശേരി ചന്തയിൽ അക്രമിയും താഴ്ന്ന ജാതിക്കാരനുമായ ജംബുലിംഗം ചന്തപ്പിരിവിന് തടസ്സമുണ്ടാക്കുകയും പിരിവുകാരെ കയ്യേറ്റം ചെയ്യുകയും ചന്തപ്പണം കവർച്ച നടത്തുകയും ചെയ്തിരിക്കുന്നു. ആയതിനാൽ കുത്തകക്കാരന്റെ സ്വത്തിനും ജീവനും കുടുംബാഭിമാനത്തിനും സംരക്ഷണം ചെയ്യേണ്ടതും കുറ്റക്കാരനെ ഖണ്ഡിതമായി ശിക്ഷിക്കുകയും മേപ്പടിയാന്റെ സ്ഥാവര ജംഗമ വസ്തുക്കളിൽ നിന്ന് നഷ്ടപരിഹാരം നേടുകയും ചെയ്യുന്നതിന് ഗ്രാമാധികാര പഞ്ചായത്ത് തീർപ്പ് കൽപ്പിക്കേണ്ടതാണ്. ജംബുലിംഗം ഈ കുറ്റങ്ങൾ ചെയ്തത് നേരാണോ? കുറ്റം സമ്മതിച്ചോ? സമ്മതിച്ചു. ഈ വ്യവഹാരത്തിലെ കുറ്റക്കാരനായ ജംബുലിംഗത്തിന്റെ വക അക്കാനിപ്പുരയും കാളവണ്ടിയും കണ്ടുകെട്ടി ലേലം ചെയ്യാനും കുറ്റക്കാരനെ മുക്കാലിൽ കെട്ടി അടിച്ച് ആലുവാമൊഴി കോട്ടയ്ക്കപ്പുറത്ത് നാട് കടത്താനും വിധിച്ചിരിക്കുന്നു. നിർത്തു. ചന്തപ്പിരിവ് സംബന്ധിച്ച് സർക്കാർ തീരുമാനിച്ചിട്ടുള്ള ചട്ടങ്ങളാണിത്. ഈ വരിയോലയിലെ 9-ാം ചട്ടം വായിക്ക്. ചന്തപ്പിരിവ് എങ്ങനെയാണെന്ന് എല്ലാവരും മനസ്സിലാക്കട്ടെ. ആര് ശബ്ദമുണ്ടാക്കരുത്. വരിവാല വായിക്കാതെ അധികാരിയെ ഇവിടുന്ന് വിടില്ല. കണ്ണ് കാണാൻ പാടില്ലെങ്കിൽ ഇതാ വെട്ടം. അങ്ങോട്ട് വായിക്കാൻ മോനെ. കീഴ്വഴക്കപ്പെടി തലച്ചുമടിനും വഴിവാണിഭത്തിനും കരം ഈടാക്കാൻ പാടുള്ളതല്ല. എല്ലാവരും ഇരിക്കണം. ഇപ്പൊ എന്ത് പറയുന്നു? ചട്ടം ലംഘിച്ചത് ഞാനാണോ അതോ ഈ മാടമ്പിയോ? മാടമ്പിയെ വിട്ടേക്കരുത്. മാടമ്പിയെ ശിക്ഷിക്കണം. ഞാൻ അറിയാതെ ഈ മൂസ തിരിച്ചെടുത്തതാണ്. അങ്ങനെ ഈ ആവശ്യം പറയും. അങ്ങനെ പറഞ്ഞു ഒന്നും പറയണ്ട. പാവങ്ങളെ ദ്രോഹിച്ചിട്ട് ഒളിച്ചോടുന്നു. ചീരപ്പതി ഗ്രാമത്തിൽപ്പെട്ടവനാണ്. ചട്ടം സമ്മതിക്കാതെ വിട്ടയക്കില്ല. ആരെ വിളിച്ചാലും ഇതിന് സമാധാനം പറഞ്ഞിട്ട് പോയാ മതി. ശരി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിന്റെ കുടി ആദ്യം പൊളിക്കാനാണ് കൽപ്പന. പൊന്നോടെയാരെ കുടിൽ പൊളിച്ചാൽ അടിയങ്ങൾ എങ്ങോട്ട് പോകും? അന്തി ഉറങ്ങാൻ ആകെയുള്ളത് ഈ കൂരയാ. ഇന്ന് മുതൽ നാട്ടുവഴിയിൽ എവിടെയെങ്കിലും കിടന്നുറങ്ങിയാ മതി. പ്രായം തെളിഞ്ഞു നിൽക്കുന്ന ഈ പെങ്കൊച്ചിനെയും കൊണ്ട്
ആ എന്നാ എന്റെ കൂടെ അയച്ചേക്ക്, ഞാൻ കിടത്തിക്കോളാം. താനെന്താ പറഞ്ഞതാ? അരുത് മുത്തയ്യ, ഈ വീട്ടുമുറ്റത്ത് വെച്ച് വഴക്കുണ്ടാക്കരുത്. നമ്മൾ പാവങ്ങളാ, എതിർക്കാൻ നമുക്കിന്ന് ശക്തിയില്ല. നാളെ നീയൊക്കെ അങ്ങ് വിഴുങ്ങിക്കളയുമായിരിക്കും. നോക്കി നിൽക്കാതെ അങ്ങോട്ട് കയറി പൊളിക്കണടാ. നിർത്തിൻ. ആരാടാ കുടിൽ വിളിക്കാൻ വന്നിരിക്കുന്നത്? ഞങ്ങൾ മാടമ്പി അദ്ദേഹത്തിന്റെ വേലക്കാരാണ്. ഞങ്ങളോട് കൽപ്പിച്ചപടി ചെയ്യാൻ വന്നേ ഉള്ളൂ. തലമുറകളായി മലയോരത്ത് കഴിയുന്നവരാണിവർ. ഇവരെ ഇറക്കി വിടുന്നത് നീതിയാണോ? മച്ചമ്പി, ഇവന്മാരോടൊന്നും നല്ല വാക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ആരൊക്കെയാടാ കുടിൽ വിളിക്കാൻ വന്നിരിക്കുന്നത്? ചുടയുണ്ടെങ്കിൽ മുന്നോട്ട് പാടാ. അയ്യോ, ജമ്പൂളിനെ നിർത്താൻ ഞങ്ങൾ പൊളിക്കത്തില്ല. വേലിയിരിക്കുന്ന പാമ്പിനെടുത്ത് ആരെങ്കിലും കരുത്തി വെച്ചിട്ടോ? ഞാനാണെ കഷായം കുടിച്ചോണ്ടിരിക്കാം. ആരാടാ അത് വിളിച്ച് താഴെ ഇട്ടത്? ഞാനെടുത്ത് വെച്ചേക്കാം. ചെമ്പു, 1-ന് 10 ഇവന്മാര് പോയി മാടമ്പിയോട് പറയും. അദ്ദേഹം പോലീസിനെ വിളിപ്പിക്കും. ഈ പാളയവും പൊളിപ്പിക്കും. പിന്നെ ഞങ്ങൾ എങ്ങോട്ട് പോകും? അത് നമുക്ക് മാടമ്പിയോട് തന്നെ ചോദിച്ചു കളയാം. മലയോരത്തിന് ആടിന് മേയ്ക്കാൻ പാടില്ലെന്നാണ് കൽപ്പനയെങ്കിൽ മാടമ്പിയുടെ വീട്ടുമുറ്റത്ത് മേയ്ക്കാം. ചിരപ്പെണ്ണ എല്ലാ ഇടയന്മാരെയും ആട്ടുംപറ്റങ്ങളെയും വിളിക്കും. ആ മുനിയാണ്ടി, ഇരുളപ്പ, വീരാസ്വാമി, ആട്ടുംപറ്റത്തിനെ അടിച്ചോണ്ട് വരണടാ. ഈ പടയെല്ലാം കൂടെ എങ്ങോട്ടാ? ഇങ്ങോട്ടാണെന്നാ തോന്നുന്നത്. പോയി പഠിപ്പിലടയ്ക്കടാ. മുത്തയെ ചവിട്ടി തുറക്കടായി വാതിൽ. അയ്യോ വേണ്ട, നമ്മൾ ചവിട്ടി തുറന്ന പരാതിയാവും. അപ്പാ, ഞാൻ തുറപ്പിച്ചു തരാം. മണിയാ, വാടാ. മണിയാ, ആ മതിൽ കണ്ടോ? അത് ചാടിക്കിടന്ന് അകത്ത് പോയി വാതിൽ തുറക്കണം. പോ. അടിച്ചു തുറക്കണവനെ. മണിയനാടും കിണിയനാടും ഇവിടെ ഉണ്ട്. ഇടിമേടിക്കാത്തവരുണ്ടെങ്കിൽ മുന്നോട്ട് വന്നാൽ മതി. എന്താ ഇത്? ആട്ടുംപറ്റത്തെ അടിയങ്ങളുടെ അമ്മയുടെ നെഞ്ചത്ത് അടിച്ചു കയറ്റാനല്ലേ കൽപ്പിച്ചത്? അവിടെ സ്ഥലമില്ലേ? അതുകൊണ്ടാ ഇങ്ങോട്ട് അടിച്ചു കയറ്റിയത്. ജംബു, ഇവിടെ ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലേ? ജീവിക്കാൻ സമ്മതിക്കാത്ത ഞങ്ങളല്ല, നിങ്ങളാണ്. കുതിരകൾ പൊളിച്ചവർ ഇറക്കി വിടാൻ ആളെ അയച്ചത് നിങ്ങളല്ലേ? അതെ, എന്റെ സ്ഥലത്ത് നിന്ന് ആരെ എപ്പോ വേണമെങ്കിലും ഇറക്കി വിടാൻ എനിക്ക് അവകാശമുണ്ട്. ഒരു സൂചി കുത്താൻ പോലും സ്വന്തമായ സ്ഥലമില്ലാത്ത ഞങ്ങൾ എവിടെ പോവും? എവിടെയെങ്കിലും പോയി തൊലയിടാ. അങ്ങനെ പോകാൻ ഇവർ മൃഗങ്ങളല്ല, മനുഷ്യരാണ്. ചിരപ്പെണ്ണ ആടുകൾ അടിച്ചു വീട്ടിലേക്ക് അകത്ത് കയറ്റി. വലിയ വീടാണ്, ധാരാളം സ്ഥലമുണ്ട്. ചിലപ്പോ അരുത്, അരുത്. പിന്നെ അടിയെങ്കിൽ എന്ത് ചെയ്യണം? പറ. നിങ്ങൾ ഇതുവരെ കഴിഞ്ഞിടത്ത് തന്നെ കഴിഞ്ഞോളൂ. അവിടെ നിന്ന് ഇനി ഇറക്കി വിടുമോ? ഇല്ല. കുടിൽ പൊളിക്കുമോ? ഇല്ല, കര കുടിശ്ശേക്ക് ഇനി ആടുകളെ പിടിച്ചോണ്ട് പോകുമോ? ഇല്ല, ഇല്ല, ഇല്ല. പോരെ. ചിരപ്പെണ്ണ, ഈ വലിയ വീട്ടിൽ കിടന്നാൽ നമുക്ക് ഉറക്കം വരില്ല. നമുക്ക് നമ്മുടെ കൊച്ചുപൂര മതി. എല്ലാരും വരണം. തലമുറകളായി സമാധാനമായിട്ട് കഴിഞ്ഞൊരു ഗ്രാമമാണിത്. ഇവിടെ ഇപ്പോഴും ഈ കുഴപ്പങ്ങൾക്ക് എന്താണ് കാരണം? യമാനെ, പണ്ടുള്ള മാടമ്പിമാർ മനുഷ്യപ്പറ്റുള്ളവരായിരുന്നു. പാവപ്പെട്ടവന്റെ വിശപ്പും ദാഹവും അവർ മനസ്സിലാക്കിയിരുന്നു. പിടിച്ചു പറയാണ് ഏമാനെ ഇന്ന് ഇവിടെ നടക്കുന്നത്. എത്ര നാളുകളിൽ സഹിക്കും? ഏമാനെ, ഞങ്ങൾ ജനിച്ചു വളർന്ന മണ്ണാണിത്. ഇവിടെ ഞങ്ങൾക്ക് ജീവിക്കണം. ഊന്തമ്പിള്ളേ, എവന്റെ എല്ലാം അടിമയായിട്ട് ഞാൻ ഈ നാട്ടിൽ ജീവിക്കില്ല. നിലയ്ക്ക് നിർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് വേറെ വഴിയറിയാം. അങ്ങത്തെ ഞങ്ങളും അടിമകളല്ല. രണ്ട് ഭാഗക്കാരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ. നാട്ടിൽ സമാധാനം നിലനിർത്തേണ്ടത് ഞങ്ങളുടെ ചുമതലയാണ്.
ഇവന്മാരുള്ളിടത്തോളം കാലം ഈ നാട് ഗതി പിടിക്കില്ല മൂത്തപിള്ളേ. ഞങ്ങളില്ലാതെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നാട്ടിൽ ജീവിക്കാൻ പറ്റുമോ? ഒരു മണി നെല്ലോ ഒരു തരി ഉപ്പോ നിങ്ങൾക്ക് വിളയിക്കാൻ പറ്റുമോ? അതിന് ചങ്കുളുക്കും. മറ്റുള്ളവർ മനുഷ്യരാണെന്നെങ്കിലും കരുതണ്ടേ ഏമാനെ? നിങ്ങളിങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമുക്ക് ഈ വഴക്ക് ഇവിടെ അവസാനിപ്പിക്കണം. നീതി ആരുടെ ഭാഗത്താണെന്ന് നോക്കിയിട്ട് ഏമാൻ ഇഷ്ടം പോലെ ചെയ്യണം. മൂന്തൻ പിള്ളയിട്ടിരിക്കുന്ന ഈ ഉടുപ്പ് ഊരിക്കാനും തിരിച്ചു വാങ്ങിക്കൊടുക്കാനും ഞാൻ തെക്കേ കൊട്ടാരം വരെ ഒന്ന് പോയാൽ മതി. നിങ്ങൾ തെക്കേ കൊട്ടാരത്തിൽ എത്തിയില്ലെങ്കിലോ? നിർത്തൂ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ നേരിട്ട് ചോദിക്കാൻ പോകണ്ട. ഞങ്ങൾ അങ്ങോട്ട് വഴക്കിന് പോകില്ല ഏമാനെ. വന്നാൽ വിടുകയുമില്ല. ഇനി എന്തെങ്കിലും ഉണ്ടായാൽ എന്നെ അറിയിക്കും. ഞാൻ പരിഹാരം ഉണ്ടാക്കി തരാം. പോരെ? നിങ്ങൾ എല്ലാവരും പോയിക്കൊള്ളൂ. മൂന്തമ്പിള്ളേ, നിങ്ങൾക്ക് ഞാനാണോ അതോ ആ എരപ്പാളികളാണോ വലുത്? ക്ഷമിക്കണം, എനിക്ക് നീതിയാണ് വലുത്.